ഇതാ പ്രാർത്ഥിച്ച നടത്തിപ്പില്ല. അപ്പൊ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇനി എല്ലാവർക്കും അങ്ങ് അന്യഭാഷ പറയാം. നമ്മൾ പറയില്ല ഇനി നമുക്ക് അടുത്ത പാഠം വായിക്കാം. ഇതങ്ങനെ ഉള്ളതല്ല. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് അവിശ്വാസവും ഇതിനോട് വിയോജിപ്പുണ്ടാകും. ഇതെല്ലാം ഒരു അങ്ങനല്ല, നടത്തിപ്പില്ല. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, നടത്തിപ്പാണ്. അതെ, പല കാര്യവും നമുക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കുണ്ട്. നമുക്ക് ദൈവ നടത്തിപ്പിൽ ഇന്ന് പകലത്തെ യോഗം പോട്ടെ. എങ്കിലും സമയത്തിനൊക്കെ അതിൻ്റെ പരിമിതിയുണ്ട്. പ്രായമുള്ളവർ, ദീനമുള്ളവരൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ അറിയാം. നമുക്കതനുസരിച്ച് മുമ്പോട്ട് അല്പസമയങ്ങൾ വചനം ധ്യാനിക്കാം. വളരെ ശാന്തമായിട്ട് ഇന്ന് പകലത്തെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായൊരു വാക്യം വായിക്കണം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവെഴുത്ത്. എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. ഒരു മൈക്കും കൂടെ ഉണ്ടെങ്കിൽ വാക്യം വായിക്കുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ മൈക്കിൽ കൂടെ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഉചിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി മൈക്കുള്ളവർ കയ്യിലിരിക്കുന്നവർ തന്നെ വായിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും എടുത്താൽ ഉറക്കെ വായിക്കണമെന്നേ ഉള്ളൂ. ആർക്കും വായിക്കാം. വായിച്ചോ. ആരുമില്ലേ? എടുത്തവർ വായിച്ചോ, ഉറക്കെ വായിച്ചോ. ഞാൻ പറഞ്ഞില്ലേ, എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരപ്പടയാളികളെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. മതി, ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാൻ വിശേഷ കൃപ നൽകണം. പുത്രനെയും മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു എന്ന്, ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട്, രാജാവിനോട് ഈ കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിട്ടിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരപ്പടയാളികളെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവെഴുത്താണ് തിരുവചനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അതിലെ പ്രധാനമായ ഒരു പദം, വഴിയിൽ ശത്രുവിന്റെ നേരെ തുണയായിട്ടിരിക്കണം. അപ്പോൾ വഴിയിൽ ശത്രുവുണ്ട്. നമുക്കതിനോട് ബന്ധപ്പെട്ട് ശാന്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പകൽ ചിന്തിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ ചതിച്ചു കൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചു കൊള്ളും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കിക്കാണാം പാർത്തലത്തിൻ ദുരിതം,
കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൻ ദുരിതം. കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൽ ദുരിതം. കർത്താവെ നോക്കി കാണാം പാർത്തലത്തിൽ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്താകോ വന്നിടാനേശു. എന്താകോ കാന്താതാമസം എന്താകോ വന്നിടാനേശു. കാന്താതാമസം എന്താകോ കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം. കാന്താനിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം. കാന്താനി വരവിനായി കാത്തിരുന്നെന്റെ മനം. വെന്തുരുകുന്നു കണ്ണും മങ്ങുന്ന മാനുവേലേ. വെന്തുരുകുന്നു കണ്ണും മങ്ങുന്ന മാനുവേലേ. കാന്താതാമസം എന്താകോ വന്നിടാനേശു. കാന്താതാമസം എന്താകോ കാന്താതാമസം എന്താകോ വന്നിടാനേശു. കാന്താതാമസം എന്താകോ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവെഴുത്ത. ഒന്നുകൂടെ വായിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരിക്കുന്നു. വഴിയിൽ ശത്രുവിന്റെ നേരെ ദൈവം നമുക്ക് തുണയായിരിക്കും. വേദപുസ്തകത്തിലെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ ഈ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങൾ. പ്രാരംഭത്തിലെ 5 പുസ്തകം നമുക്കറിയാം. അതിന് പേര് കൊടുത്തിട്ടുണ്ട്. മലയാളത്തില് എന്തുവാ? പഞ്ചഗത. ഇംഗ്ലീഷിൽ എന്തുവാ? ഉറക്കെ പറ. എല്ലാവരും കേൾക്കട്ടെ. ഉറക്കെ പറ. കൊള്ളുകയില്ലാത്ത പുസ്തകത്തെ പറ്റി പറയാൻ പോലെ. അപ്പോൾ ആദ്യത്തെ 5 പുസ്തകം ഏതൊക്കെയാ? പറഞ്ഞു ഏതായാലും ഒന്നേ തുടങ്ങാം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവിയ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. ഇംഗ്ലീഷിൽ പറ. വെരി ഗുഡ്. ഒരു ഇംഗ്ലീഷ് ഇടയ്ക്ക് ഞാൻ ചോദ്യമൊക്കെ ക്വസ്റ്റ്യനൊക്കെ വരും കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു. ഇവനറിയാമല്ലോ. അവരെയും കൂടെ നമ്മൾ കരുതണമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക. എനിക്ക് അല്ല, പ്രാരംഭത്തിലൊരു കാര്യം, നിങ്ങളെല്ലാം ഈ സഭയിലെല്ലാവരും താഴെയൊക്കെ ഇരിക്കുന്നത് നല്ല അഭിനന്ദനീയമായ കാര്യം. അതെ, നിങ്ങളെ അഭിനന്ദിക്കുന്നു. അത്യാവശ്യം പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ യൗവനക്കാർ ഓടിയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ ഇങ്ങനെ മിക്കയിടത്തും കാണാറില്ല. തന്നെയല്ല, നന്നായിട്ട് ആത്മാവിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഇത് കുറയരുത്, കുറച്ചുകൂടെ കൂടിയേ പോകാവൂ. ദൈവത്തിൻ്റെ മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രാരംഭത്തിൽ ഉൽപ്പത്തി പുസ്തകം, 2 പുറപ്പാട് പുസ്തകം, 3 ലേവ്യ പുസ്തകം, 4 സംഖ്യാ പുസ്തകം, 5 ആവർത്തന പുസ്തകം. ഇതാണ് ആദ്യത്തെ 5 പുസ്തകം. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേരും വന്നത്. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായങ്ങളുണ്ട്. ഒടുവിലത്തെ 2 അധ്യായം 2 പേരുടെ മരണത്തോടു കൂടിയായിരുന്നത്. 2 മരണം. ആരുടെയൊക്കെ? മോശയുടെ ആരുടെയൊക്കെ? യാക്കോബിന്റെയും യോസെഫിന്റെയും മരണം, അപ്പന്റെയും മകന്റെയും മരണം. അത് 2 അധ്യായം അങ്ങനെ വലിയ അവസാനിപ്പിക്കുക. 2 നല്ല മരണമാണ്. യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി. ജീവിച്ചിരിക്കുമ്പം കൂട്ടാനൊത്തില്ലെങ്കിലും കൂടിയില്ലെങ്കിലും ജാകുമ്പോഴെങ്കിലും ഒന്നിച്ച്, മരിച്ചു കഴിഞ്ഞെല്ലാവരും ഒന്നിച്ച് കൂടും. മരിക്കുന്ന സമയത്ത് ആരും മിക്കയിടത്തും കാണുകയല്ല. നേഴ്സാ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയുകയല്ല. കണ്ണടച്ചു, താടിയും കൂട്ടിക്കെട്ടി. ഇവിടെ പിന്നെ നമ്മൾ മരിച്ചങ്ങ് കൊടുത്താൽ മതി. അവര് അത് നല്ല കാര്യമാണ്. മരിച്ചു കഴിഞ്ഞല്ല പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നത്, മരിക്കുന്നതിന് മുന്നേ കൂടണം. അമ്മാമ്മയ്ക്ക് അറിയാം, അച്ഛൻ്റെ വൈഫിനെ നമ്മുടെ കണ്ടമ്പേരൂരെ പുന്നക്കാട്ട വീട്. അമ്മാമ്മ എന്ത് എവിടെ പോകും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പുന്നക്കാട്ടെ അപ്പച്ചനെ ഒരു ദിവസം, അത് പിള്ളേര് കുവൈറ്റിലുണ്ട്, സജി ബ്രദറും എല്ലാം, പിള്ളേരെ വിളിച്ച് പറഞ്ഞു, എടാ ഞാൻ ഇനി അധിക നാൾ കാണുകയല്ല, മരിക്കും. പക്ഷെ ഒരാഗ്രഹം, മരിക്കുന്നതിന് മുന്നേ നമ്മുടെ മുറ്റത്തെ പന്തലിട്ട് കൺവെൻഷൻ നടത്തണം. ആഗ്രഹമാണ്. പിള്ളേരാദ്യം ഉഴപ്പിയെങ്കിലും അപ്പച്ചനെ ചുമ്മാ ആവശ്യമില്ലാത്ത വർത്താനം പറയുകയല്ല. പിള്ളേരെല്ലാം വന്നു മുറ്റത്തെ പന്തലിട്ട്, എനിക്ക് തോന്നുന്നത് 4 or 5 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം അപ്പച്ചൻ മരിച്ചു. ആ പന്തല് പൊളിച്ചില്ല, ആ പന്തല് വെച്ച ഫ്യൂണറൽ സർവീസ് നടന്നത്. എങ്ങനെയുണ്ട്? കേൾക്കുമ്പോഴെങ്കിലും ഒരു സ്തോത്രം പറയണ്ട. അത് അങ്ങനെ വേണ്ട, അത് ഞാനിപ്പോ പറഞ്ഞത് കൊണ്ടാണ്. അങ്ങനെ സൂചിപ്പിക്കുമൊന്നും വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസവും സംസാരിച്ചു, സന്ദർഭം വന്നുകൊണ്ടൊന്നുകൂടെ ആവർത്തിക്കുക. എൻ്റെ കൂടെയുള്ള ഷിബു ആമറ, അദ്ദേഹത്തിൻ്റെ പെങ്ങള് സുവിശേഷ വേലയാണ്. അവർ കണ്ണൂര് ശ്രീകണ്ഠാപുരം IPCയുടെ ശുശ്രൂഷകരാണ്. അടുത്ത കാലത്ത് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് ചെന്നു. ഇവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ സഭാഹോളിലായിരുന്നു ഒരു പകൽ യോഗം. ഏറെ ആൾക്കാർ വന്നു. ആ പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അപ്പച്ചനെ, ആ പാസ്റ്ററുടെ അപ്പൻ, അതായത് ഷിബു പാസ്റ്ററുടെ പെങ്ങളുടെ അമ്മാവിയപ്പൻ, കുറ്റൂരുകാരൻ്റെ അപ്പച്ചൻ, അങ്ങ് കടന്നുപോയി. അവിടെ ശുശ്രൂഷയിലായിരുന്നു. അപ്പം അപ്പച്ചനെ ഓടി നടന്നുമൊക്കെ എൻ്റെ അടുക്ക വരിക. ഇടയ്ക്ക് മൊബൈൽ കൊണ്ട് ഫോട്ടോ എടുത്തു. എന്നിട്ട് മൊബൈൽ തന്നെ കാണിച്ചത് ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ടെന്ന്. എപ്പോഴും കേൾക്കുമെന്ന്. നല്ല ചുറുചുറുക്കോട് ഓടി നടക്കുക. അമ്മച്ചി വളരെ ക്ഷീണിതയായിട്ട് കിടക്കുക. അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം അപ്പച്ചനാണ് ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. 90 വയസ്സോളം അടുക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. 1-2 ദിവസം കണ്ട് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി മരിച്ചു. അല്ലാതെ അപ്പച്ചനാണ് മരിക്കുന്നത്. അതെ. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേ മൂത്ത മകനെ മദ്രാസിൽ സുവിശേഷ വേലയാ, 2 പിള്ളേരാ, അദ്ദേഹവും വന്നു. വർത്താനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ ഈ അപ്പച്ചൻ, ഒരു കുഴപ്പമില്ല, അപ്പച്ചൻ പിള്ളേരോട് പറഞ്ഞു, എടാ ഒരു പെട്ടി മേടിക്കണം, ഇച്ചിരി കാശും കൈ വെക്കണമെന്ന്. പിള്ളേർ ചോദിച്ചാൽ ഞാൻ മരിക്കും. മോനും വന്നല്ലോ, ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഞാൻ മരിക്കും, പെട്ടി മേടിച്ച് വെക്കണം, ഇച്ചിരി കാശും കൈ വെക്കണം.
പിറ്റേന്ന് രാവിലെ ദിനചര്യകളെല്ലാം കഴിഞ്ഞ് മക്കളുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ആ പിള്ളേരും ഉണ്ട്, അപ്പച്ചനും. കഴിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ശാപ്പാട് വേണ്ട, ഉച്ചയ്ക്ക് മേളിലാ ഭക്ഷണമെന്ന്. ഉച്ചയ്ക്ക് മേളിലാണ്. കേൾക്കണോ? 12:45 ആയപ്പോൾ അപ്പച്ചൻ കർത്തസന്നിധി ചേർക്കപ്പെട്ടു. അതൊക്കെ എന്തോ പ്രത്യാശയും എന്തോ അനുഭവങ്ങളും, അതൊക്കെ എന്തോ ദൈവകൃപയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ദൃഷ്ടിപ്പെട്ട 2 കാര്യം നിങ്ങൾക്കും ചിലപ്പോൾ ഇതുപോലെ സാക്ഷ്യമൊക്കെ പാസ്റ്റർ ഞങ്ങളുടെ അപ്പച്ചനും ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ അമ്മച്ചി ആയിക്കോട്ടെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ ഒരു കൊച്ചമ്മേനെ മാസികത്തിന് പോകാൻ വരുന്ന പ്രായമുണ്ട്. മക്കളും മരുമകളും പിള്ളേരും പറഞ്ഞ് അമ്മച്ചി ഇന്ന് മാസികത്തിന് വരണ്ട, പ്രായമല്ലേ, ദൂരം പോകണം. കൊണ്ടുപോയില്ല. അമ്മ മിടുക്കിയ, നല്ല തറവുള്ള അമ്മയാണ്. ഇവർ മാസികത്തിന് ബസ്സിലാണ്, അന്നത്തെ കാലത്ത് ബസ്സിലാണ് പോകുന്നത്. അമ്മ ഓട്ടോ പിടിച്ചു പോയി, ഇവരറിയാം. അമ്മ അവിടെ ചെന്നു. ഇവർ ചെല്ലുന്നതിന് മുന്നേ അമ്മ മുഴങ്കാലിലിരിക്കുക ഫ്രണ്ടിൽ. മാസികത്തിന് അങ്ങോട്ട് പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് ആത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മ പുറകോട്ടൊന്ന് ചരിഞ്ഞു, കർത്തസന്നിധി ചേർത്തു. ഇവർ കൊണ്ടുപോകാതെ അമ്മ വീട്ടിൽ കിടക്കുക, മരിക്കുക, അല്ലെ ചിലപ്പം വന്നു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, ചിലപ്പോൾ ആരും കാണുക. നല്ല പ്രാർത്ഥനാന്തരീക്ഷത്തിലാണ് മരിച്ചത്. അതുകൊണ്ട് ഈ യോഗം മുടങ്ങി വീട്ടിലൊന്നും ഇരിക്കരുത്. യോഗം മുടക്കുകൾ ഒത്തിരി ഉണ്ട്. എങ്ങാനും ചത്തുപോയാൽ ആരും അറിയുകയില്ല. എനിക്ക് ഇച്ചിരി വെള്ളം പോലും തരാൻ ആരും കാണുകയില്ല. അവസാനം ഓടി അവിടെ ഇരിക്കും. പിന്നെ വന്ന് തല്ലി നിവർക്കുകയൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഇവിടെ വെച്ചെങ്ങാനാ പോകുന്നത്. ഞങ്ങളുമൊക്കെ ഉണ്ട്. എന്നാലും പാട്ടുമൊക്കെ പാടി, പിന്നെ നല്ല അന്തരീക്ഷത്തിൽ നേഴ്സുമാരുമൊക്കെ കാണും. കണ്ണുമൊക്കെ അവർ തിരുമ്മി അടച്ചേ, പല്ല് പൊങ്ങിയതാണ് ഇതിന് സ്റ്റിച്ച് ചെയ്യും. അതൊക്കെ അവർ ചെയ്തോളും. ഇവിടെ പിന്നെ അവരാ ചെയ്യുന്നതല്ല, അല്ലേ? പിന്നെ അത് നല്ല കാര്യം. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്തരീക്ഷത്തിൽ പോകുന്നത് നല്ലതാണ്. കേട്ടിട്ടുണ്ട്, സൈമൺ സാറ് മരിക്കുന്ന സമയത്ത് ശിശുവൃന്ദങ്ങളെല്ലാം നിന്ന് പാട്ട് പാടുക. സാറ് എഴുതിയ പാട്ടുകളെല്ലാം മട്ടം നിന്ന് പാടുക. പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. എന്തോ അന്തരീക്ഷമാണ് ഇവിടെ. അതൊന്ന് പറഞ്ഞാൽ പ്രസക്തമല്ല, നിയമം അനുവദിക്കുന്നില്ലെന്നൊക്കെ അറിയാം. എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം, നാട്ടിലൊക്കെ ഞാൻ പറയും, ഡോക്ടർമാർ പറയാം പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് നിയമപ്രകാരം ആ വ്യക്തിയെ വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ലതെന്നായി എൻ്റെ അഭിപ്രായം. സഭയായിട്ട് കൂടണം, എല്ലാവരുടെ ചേർന്ന് പാട്ട് പ്രാർത്ഥനയിലിരിക്കണം, അന്തരീക്ഷത്തിൽ കടന്നു പോകണം. ഒക്കുന്നെങ്കിൽ ഇച്ചിരി വെള്ളവും തൊട്ട് കൊടുക്കണം. ഒക്കുന്നെങ്കിൽ തിരുവചനമൊക്കെ പറഞ്ഞും ഉരുവിട്ടും ആ അന്തരീക്ഷത്തിൽ വേണം മരിക്കാൻ. അതെല്ലാവർക്കും ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ആരുമില്ല. അമ്മച്ചി എങ്ങനെയാ മരിച്ചത്? അമ്മച്ചി ഇരുന്നുകൊണ്ട് മരിച്ചെന്നാ തോന്നുന്നത്. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കസേര ഇങ്ങനെ അപ്പച്ചൻ എങ്ങനെയാ മരിച്ചേ? എങ്ങനെയാന്ന് ഇതുവരെ വായിക്കൂടെ എങ്ങാണ്ടാ ജീവൻ പോയെ. ആരുമില്ലായിരുന്നു. അങ്ങനെയൊന്നും പോകുന്നതിൽ നല്ലത് ദൈവമക്കളൊക്കെ കൂടി നല്ല അന്തരീക്ഷത്തിൽ. സ്തോത്രം. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ദൈവമേ നല്ലൊരു ഉപവാസ പ്രാർത്ഥന അയാൾ ചാകുന്ന കാര്യമാ? അല്ല, അറിഞ്ഞിരിക്കണം, ചാകുകയല്ലേ? സകല എണ്ണവും ചാകും. കത്തോലിക്കരാകുന്ന സഹോദരങ്ങൾ മരണവീടുകളിൽ പാടുന്നൊരു പാട്ടിൻ്റെ വരി എനിക്ക് പാടാനുള്ള, അവർ പാടുമ്പോലൊന്നും അറിയത്തില്ല, ചിലപ്പോൾ തെറ്റും, ക്ഷമിക്കണം. എന്നിരുന്നാലും വരി ഇങ്ങനെ: മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽക്കർ. പേടിച്ചിട്ട് പാടാത്തതാണോ അറിയാത്തതാണോ? അറിയാവുന്ന പാട്ട് ഏതാ ഇതിനോട് ബന്ധപ്പെട്ട്? നമുക്കത് പാടാം. അത് പാടാം. ആകയൽപ നേരമാ
എന്റെ യാത്രാതിരുവാനാകെ അൽപ എന്റെ യാത്രാതിരുവാ യേശുവേ നീനക്കു കാണും ഞാൻ യേശുവേ നീനക്കു സ്തോത്രം കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. മൺമറഞ്ഞ ശ്രേഷ്ഠനായ കർത്തദാസൻ ബി നാഗൽ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നല്ല വരികളാണ്. എനിക്ക് സങ്കടം ആരും യോജിക്കല്ല. നല്ല നല്ല പാട്ടുകളും വരികളും കിടക്കുമ്പോൾ ഈ കുത്തിത്തിരിക്ക് പാട്ടുമായിട്ട് വരുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അങ്ങ് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ ചില പാട്ടുകളെ എന്ത് നല്ല പാട്ടുകളാ. ഇത് കൈയൊന്നും അടിക്കണ്ട, 2 ശീല് ഹൃദയത്തിൽ നിന്ന് പാടിയാ മതി. ഒരു മണിക്കൂർ പ്രസംഗത്തെക്കാൾ എഫക്റ്റ് ആണ് എന്റെ വാദം. 2 ശീലം പാടിയ. അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കട്ടെ, മരിക്കും. അത് നല്ല അന്ത്യമായിരിക്കണം. മറ്റൊന്നിനും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഒക്കുമ്പം ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് അവിടുത്തെ വരവ് താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ചേർക്കപ്പെടാനാ തിരിഞ്ഞതുമെങ്കിൽ നല്ല അന്ത്യം. സ്തോത്രം. അപ്പൊ യാക്കോബിന്റെ മരണം ഒരു നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെയെല്ലാം വിളിച്ചു. പിള്ളേരെല്ലാം വന്നെന്നുള്ളതാ കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ അടുക്കാന്ന് എല്ലാ പിള്ളേരും ഒന്നും വരികയില്ല, എല്ലാവരും ഒന്നും വരികയില്ല. ഇനിയിപ്പം പിന്നെ മൊബൈൽ ഉള്ളതുകൊണ്ട് കാണിക്കും. അപ്പച്ചാ താണ്ട ജോയിക്കുട്ടി, ജോയിക്കുട്ടി കാനഡയിലിരുന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനൊന്നും അല്ല. അപ്പൻ്റെ അടുക്ക ചെന്നു നിന്നു. അപ്പനപ്പം എല്ലാവരും ഇത് നോക്കി. മൂത്തവൻ മുതൽ അങ്ങോട്ട് ആലോചന പറഞ്ഞു. രൂപൻ മുതൽ എല്ലാവരോടും ദൂത് പറഞ്ഞു. ആരെയും ഒഴിച്ചില്ല കേട്ടോ. അതും 147 വയസ്സുണ്ടെങ്കിലും ബോധക്കേടൊന്നും പറഞ്ഞില്ല. ചേട്ടനോട് പറയേണ്ടത് അനിയനോട് പറഞ്ഞില്ല. അനിയനോട് പറയേണ്ടത് നല്ല തിട്ടമായിരുന്നു. സ്തോത്രം. പറയേണ്ടതെല്ലാം പറയേണ്ടതുപോലെ പറയേണ്ടവരോട് എന്നിട്ട് അവിടെ ഒരു വാക്യമുണ്ട്, ഇതെല്ലാം പറഞ്ഞേച്ച് കാലെടുത്ത് തന്നെത്താൻ കട്ടിലേ വെച്ചെന്നാ. 49:53 അല്ലേ? ഉൽപ്പത്തി. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം, കണ്ടോ, തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാല് കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട്. എന്ത് തന്നെ മരണമാണ്. ആജ്ഞാപിച്ച് തീർന്ന ശേഷം പറയേണ്ടതെല്ലാം പറഞ്ഞു. മക്കളോടും കുടുംബത്തോടും പറയേണ്ടതെല്ലാം പറഞ്ഞ് ആജ്ഞാപിച്ച് തീർന്ന ശേഷം കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. നല്ല അന്ത്യമാണ് കൊടുത്തത്. അതുകൊണ്ട് പ്രായമുള്ളവർ ഇപ്പം ആരാ പോകുന്നതെന്നൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ പഴയ രീതി വെച്ച് പറയുക, പിള്ളേരോട് പറയേണ്ടതെല്ലാം പറയണം. വസ്തുവും വീടും ഒക്കെ ഉണ്ടെങ്കിൽ, പിള്ളേർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഇപ്പം പറഞ്ഞാലും ഒക്കുള്ളൂ. അത് നേരത്തെ ഒന്ന് എഴുതി വെക്കുന്നതും നല്ലതാണ്. മൊത്തം എഴുതി കൊടുക്കരുത്, കോള് കൊള്ളിച്ച് എഴുതല്ല, കാലശേഷം അങ്ങനെ വെക്കാവുള്ളൂ. മൊത്തം എഴുതി കൊടുത്തേച്ച് അവസാനം നിന്നെ കൊണ്ട് നേഴ്സിംഗ് ഹോമിൽ വിടും, ആരും കാണുക. അല്ല, ഇവിടുത്തെ നിയമം വേറെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ക്ലിയർ ആയിരിക്കണം. മകൻ ഇന്നത്, മകൾക്ക് ഇന്നത്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ട് അത് ഇന്നത്, അല്ല ക്ലിയർ ആയിരിക്കണമല്ല. എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കുരുക്കൊന്നും കാണരുത്. പണ്ടപ്പൻ എഴുതുപോലെ സ്തോത്രം എല്ലാവർക്കും എഴുതി കൊടുത്തു പറഞ്ഞ് ഇവരുടെ എല്ലാം കാലശേഷം എനിക്ക് തന്നെ ഇരിക്കുമല്ലോ.
മക്കളുടെ എല്ലാം കാലശേഷം എനിക്ക് തന്നെ. അങ്ങനെ എഴുതരുത്. അല്ല, അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എന്തെല്ലാം ഈ പൊതുവെ പറയുന്നത് മോശമാണ്, ബുദ്ധിമോശമാണ്. എന്നാലും തിരുവല്ലയിലും കുമ്പനാടിലും ഒക്കെ നോമിനി ഇല്ലാത്ത കോടിക്കണക്കിന് രൂപ കിടക്കുക ബാങ്കിൽ. ഈ ആർത്തി പണ്ടാരമെല്ലാം ആർത്തി കയറി. എന്നാൽ ആരുടെയും പേരിലൊന്നും ഇവനെ ഒന്നേ ഭാര്യയുടെ പേര്, ഇല്ലേ പിള്ളേരുടെ പേര്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സഭയ്ക്കെങ്കിലും എടുത്ത് കൊടുക്കുന്നു. എൻ്റെ കാണിച്ചേട്ടൻ സഭയ്ക്കാണ്, വ്യക്തികൾക്ക് വേണ്ട. അല്ലേ മകൻ, അല്ലേ മകൾക്ക് വെക്കണ്ടേ? മിണ്ടുന്നില്ല. ഞാനോർത്ത് നിങ്ങളത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങൾ അങ്ങനെ വെച്ചേക്കിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ല, നല്ല ആൾക്കാരാണ്. എല്ലാം ക്ലിയർ ആയിരിക്കണമെന്ന്. പരുത്തമ്പാറയിൽ ഒരു അപ്പച്ചൻ മരിച്ചു. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കടന്നു പോകും. കൃഷിക്കാരനാണ്. കൂത്താലിയും കൊട്ടയൊക്കെ ഇളയ മോന് കൊടുത്തു, നീ പിടിച്ചോളാൻ പറഞ്ഞു. അവന് കൃഷിയോട് താല്പര്യമുള്ള അതിനെ എനിക്ക് വേണ്ട. മൂത്ത മകനെയൊക്കെ വിളിച്ച കാര്യമെല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞു, വില്ലേജ് ഓഫീസിൽ പോയി ആധാരമെല്ലാം ക്ലിയറാക്കി. പുള്ളി ചെയ്തോ? തൻ്റെ പേരുമൊക്കെ ഉള്ളതിൽ എടുത്തിട്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ചെയ്യേണ്ടതെല്ലാം എല്ലാം ക്രമമാക്കി കരമൊക്കെ അടച്ചതിൻ്റെ ബില്ലുമൊക്കെ സൂക്ഷിച്ചു. സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോയും എടുത്തു. നടന്ന കാര്യമാണ്, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ലേ, ഫോട്ടോയും എടുത്തു. എന്നുവെച്ചാൽ ഫോട്ടോ കൊണ്ട് മകൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് മരിക്കുമ്പോൾ ഇതേ വെക്കാം, അവള് ആധാറിൽ വെക്കരുതെന്ന് പറഞ്ഞു. ആധാറിൽ വെച്ചാൽ ക്ലിയർ ആകില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യം. അതുകൊണ്ടാണ് നല്ല ഫോട്ടോ ഇത് കിട്ടണം. ഞാൻ മരിക്കുമ്പം മരിക്കുന്നതിന് അന്നേരം ഇതൊക്കെ അടുത്തടുത്ത ദിവസങ്ങളില്ല. എന്നിട്ട് പുള്ളി മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ്, പിന്നെ ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ പ്രസംഗം നടത്തുമ്പോൾ കാവാലം പാസ്റ്ററെ വിളിച്ച് പ്രസംഗിപ്പിക്കണമെന്ന് പറഞ്ഞു. പിള്ളേരോട് പറഞ്ഞു കൊടുത്തു. എന്നെ വലിയ കാര്യമായിരുന്നു. മരിക്കുന്നതിന് അന്ന് രാവിലെ ബാർബർ ഷോപ്പ് പോയി ഷേവ് ചെയ്തു, മുടിയെല്ലാം വെട്ടി വൃത്തിയാക്കി. വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കട്ടിലോട്ട് കയറി കിടന്ന് മരിച്ചു. നല്ല മരണമാണ്. ഞാൻ എന്നാലും തൃശ്ശൂരിനപ്പം ഒരു യോഗ പിള്ളേരെന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പിന്നെ വന്ന് പിറ്റേന്ന് പ്രസംഗിക്കുകയും ചെയ്യും. എല്ലാം ക്ലിയർ ആക്കിയേച്ചാണ് പോയത്. ചെലവിനുള്ള പൈസയും കൊടുത്തു, അത് മാറ്റിവെച്ചു. ഞങ്ങളുടെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ ഇതുപോലായിരുന്നു. മരിക്കുന്നതിന് മുന്നേ എല്ലാം ക്ലിയർ ആക്കി. കല്ലറയും പണിതു. കല്ലറ പണിതേച്ച് മാർബിളിൽ പേരുമൊക്കെ എഴുതി. ഞങ്ങളോട് പോയാ ചെയ്തത്. കുഞ്ഞമ്മ ജോർജ് ജനനം, മരണത്തിൻ്റെ അവിടെ ഡേറ്റ് ഇട്ടില്ല, അത് കൃത്യം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കല്ലറയെല്ലാം വൃത്തിയാക്കി. സ്തോത്രം. പുതുപ്പള്ളിയിൽ നമുക്ക് വേണ്ടപ്പെട്ട കടന്നുപോയി. ഞങ്ങൾ അച്ഛനാണ് വിളിക്കുന്നത്. പൂട്ടാൻ കുഞ്ഞുമോൻ പാസ്റ്ററുടെ സഹധർമ്മിണിയുടെ ആങ്ങളയുടെ ഭാര്യ അച്ചാമ്മ കൊച്ചമ്മ, ഒരു പഴയ മാർത്തോമക്കാരാണ്. നന്നായിട്ട് പാട്ട് പാടും. എന്നെ വലിയ കാര്യമാണ്. മരിക്കുന്നതിന് മുന്നേ വിളിച്ചേച്ച് കാര്യം പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് വിളിച്ച് വരാൻ പറഞ്ഞു വന്നു. ഞാൻ മരിക്കുമ്പം ഈ പാട്ടുകളെല്ലാം പാടണമെന്ന് പറഞ്ഞു. 42 പാട്ട്. പുള്ളിക്കാരി പാട്ട് നന്നായിട്ട് പാടും. ഞാൻ പറഞ്ഞു, ഇത്രയും പാട്ട് പാടണേ 2-3 ദിവസമെങ്കിലും വെക്കണം, മൊത്തം പാടണ്ടേ. രസകരമായിട്ട് പറഞ്ഞാൽ ഇല്ല, പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരാ മരിക്കുന്നെന്ന് അറിയത്തില്ല. മുന്നേ ഞാനും ഉണ്ടെങ്കിൽ കൊച്ചമ്മയാ മരിക്കുന്നെങ്കിൽ ഞാൻ പാട്ട് പാടാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഇന്ന വസ്ത്രം ഇടണം, കസവുള്ള, അത് പുള്ളിക്കാരിക്ക് ഇഷ്ടം, അത് മേളിലിടണം, വെള്ള പൂക്കൾ വെക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞാച്ചാ പോയെന്ന്. അപ്പം അത് കേട്ടിട്ട് തന്നെ വെപ്രാളപ്പെട്ടിരിക്കുക ദൈവമേ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ എല്ലാവരെയും കൊല്ലാൻ വന്നതാണോ എന്നായിരിക്കും. അല്ല, മരിക്കും. എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. അത് കണ്ടോണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. സ്തോത്രം. ഒച്ചമ്മ മരിച്ചപ്പോൾ ഞാൻ പോയി. രാത്രി ഡെഡ് ബോഡി വെച്ചില്ല, അതുകൊണ്ട് എല്ലാ പാട്ടും പാടില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ പാടി അവരെ പറഞ്ഞതുപോലെ. കണ്ടോ? അല്ല, നമ്മളിതെല്ലാം ചിന്തിക്കണം, ഇത് ആലോചിക്കണം. അതനുസരിച്ച് വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ. യാക്കോബിൻ്റെ മരണം നല്ല മരണമാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരുടെ നല്ല മരണം. 2, യോസേപ്പ് മരിക്കുക 50-ാം അധ്യായത്തിൽ.
യോസേഫിൻ്റെ മരണവും നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോടെല്ലാം പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ മരിക്കും, പക്ഷെ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. അങ്ങനെ നിങ്ങളെ ദൈവം കനാനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ കനാനിലോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥി ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടെ അങ്ങ് വിടരുത്. അതിന് കാരണം പറയാം, ഞാൻ ഈ ദീർഘവർഷം ഈ രാജ്യത്താണ് ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. ഏതാണ്ട് 85 കൊല്ലത്തിൽ കൂടുതൽ മിസ്രയീമിൽ അന്യദേശത്ത് പാർത്തു. 85 കൊല്ലത്തോളം, 17 അത്ര ഉണ്ട്. സ്തോത്രം. 85 കൊല്ലത്തിൽ മുകളിൽ ഈ ഈജിപ്തിലെ പാർത്തു. പ്രവാസിയായിരുന്നു, അന്യദേശമാണ്. ഇത്രയും കൊല്ലം പാർത്തിട്ടും പുള്ളി മരിക്കുന്ന സമയത്ത് പറയും, ഞാൻ ഇവിടുത്തുകാരനല്ലെന്ന്. നമ്മൾ 2 വർഷം എവിടെയെങ്കിലും പോയാൽ മതി, പിന്നെ ഒന്നും നമുക്കറിയത്തുമില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, ധാരാളം ഉണ്ട്. പണ്ടൊരുത്തന്നെ 1 വർഷം പേർഷ്യയിൽ പോയി ചെറിയ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ അവൻ തെങ്ങയിലോട്ട് നോക്കി വെച്ച് ചോദിച്ചു, ഇതെന്നാ കായാന്ന്. 1 വർഷം അതിലെല്ലാം കറങ്ങി നടന്നു വെച്ചാൽ നാട്ടിൽ വന്ന് വെച്ച് കേരളത്തിൽ വന്ന് ചോദിച്ചു, ഇതെന്തോ കായാന്ന്. അന്നേരം കൂടെ വന്ന പുള്ളി പറഞ്ഞു, നീ ഇത് മോട്ടിച്ചേനല്ലയോ ഇവിടുന്ന് ബോംബെ ചാടിയത്. അവൻ ആരുടെയോ തേങ്ങാക്കൊല മോട്ടിച്ചേന് പിടുത്തം വീടാതിരിക്കാൻ ബോംബെ ചാടി. പിന്നെ അവിടെ നിന്നൊരു തരത്തിലാണ്. അങ്ങനെയുള്ള ബിരുദന്മാരും ഉണ്ട്. സ്തോത്രം. ഞാൻ ഇന്നലെ ഒരു ദൈവദാസിയെ പോയി കണ്ടു. ഇന്നലെ പകല്. നിങ്ങൾക്കറിയാം, ആലപ്പുഴ ജോർജ് കുട്ടി എന്ന് പറയുന്ന കർത്തൃദാസൻ്റെ സഹധർമ്മിണി ജീവിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷമായി. ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. ഞാനും കൊച്ചനോട് പോയി കണ്ടു. അമ്മയോട് വലിയ ബഹുമാനം തോന്നി. ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എത്ര കൊല്ലമായി അമേരിക്ക വന്നിട്ട്? 57 കൊല്ലം കഴിഞ്ഞെന്ന്. 57. ഞാൻ മൊത്തത്തിലൊക്കെ ഒന്ന് നോക്കി. വീടും വളരെ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവരെ ഇപ്പം കണ്ടു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പൊതുവെ ഞാനെല്ലാം പറയുന്നില്ല. കുറച്ച് സമയം സംസാരിച്ചു. മുഴുവൻ പ്രത്യാശയുടെ വിഷയങ്ങളാണ് പറയുന്നത്. ലൗകികമായ, ദൃശ്യമായ, ഭൗമികമായ ഒരു വിഷയവും ഉന്നയിക്കുന്നില്ല. ദൈവം നടത്തിയ വിധവും ദൈവം പരിപാലിച്ച പരിപാലനവും. സ്തോത്രം. തന്നെയല്ല, മുഖത്തെന്തോ പ്രത്യാശയും. ചില നേരം സംസാരിച്ചപ്പോൾ നമുക്കും അങ്ങ് ബലമായി. ചില മെനകേടിനോടൊക്കെ വർത്താനം പറഞ്ഞാൽ ഉള്ള ബലവും കൂടെ എന്തുകൊണ്ടമ്മ എന്നാ ഉണ്ടാകാൻ. എൻ്റെ ഭാഷ ഈ രാജ്യത്ത് വന്ന് ഇങ്ങനെ അങ്ങ് പെട്ടുപോയി. കഴിച്ചിട്ട് ഇറക്കാവോ, മധുരിച്ചിട്ട് അല്ല, അങ്ങനെ വർത്താനം പറയുന്നവരുമുണ്ട്. അമ്മയായിട്ട് കുറച്ച് സംസാരിച്ചു. എന്തോ നല്ല പ്രത്യാശയും ദൈവകൃപയും മുഖത്തും അതറിയാനുണ്ട്. സംസാരം കേട്ടപ്പോൾ നല്ല 57 വർഷമായി വന്നിട്ട്. ഇപ്പോൾ ഉണ്ടല്ലോ ചില പറ്റുമാനങ്ങളൊന്നും ഇല്ല കേട്ടോ. സംസാരത്തിലും ഇല്ല, വസ്ത്രധാരണത്തിലും മനസ്സിലാകുന്നുണ്ടായിരിക്കും. 57 വർഷമായിട്ട് അമേരിക്കയിൽ പാർക്കുന്ന അമ്മയ്ക്ക് സംസാരത്തിലും അങ്ങനെ വലിയ പറ്റുമാനമില്ല, വസ്ത്രധാരണത്തിലും എന്നെ മിണ്ടാതിരിക്കുന്നേ വലിയ പറ്റുമാനമില്ല, ജീവിത സാഹചര്യത്തിലും അങ്ങനെ വലിയ എന്നെ എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ വരുന്നതിൻ്റെ പിറ്റേ ആഴ്ച മദാമ കളിക്കുക. അവിടുന്ന് ഒരു നിക്കറുമായിട്ടാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഒരു നിക്കറും മേടിച്ചോണ്ടാ മനസ്സിലാകുന്നില്ല. ഇങ്ങോട്ട് നോക്ക്. എന്നെ നോക്കാൻ കാണാനൊന്നും വലിയ ചതവില്ല, എന്നാലും നോക്കിക്കോ. ദൈവത്തിൻ്റെ മഹത്വം.
ഒന്ന്, ഞാനും നിങ്ങളും ആരാന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. രണ്ട്, നാം ഇവിടെ ആരാണെന്ന് ചിന്തിക്കണം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പ്രവാസികളും പരദേശികളുമാ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലോ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലോ. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും ഇണയാകും യേശുവോടു. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത പരനോടു ഉടവാഴാൻ പോയാൽ മതി, പരനോടു എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളിവിടെ പരദേശികളാ. ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. അല്ല, ആരാധനയ്ക്ക് വരുന്ന 3 മണിക്കൂർ മാത്രം ഭരിച്ചാൽ പോരാ. ജോലി സ്ഥലത്തും വീട്ടിലും വഴി നടക്കുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഏത് മേഖലകളിലും ഈ ചിന്ത നമ്മെ സദാ ഭരിച്ചുകൊണ്ടിരിക്കണം. എന്താ? നമ്മളിവിടെ പരദേശികളാണ്. യാക്കോബ് പറവന്റെ മുമ്പാകെ വന്ന് നിന്നപ്പോൾ പറവൻ ചോദിച്ചു, എന്തുവാ പേര് യാക്കോബ്, എന്തുകൊണ്ട് പ്രായം? ഇന്നലെ പറഞ്ഞ പോലെ കണ്ടിട്ട് എന്നാ തോന്നുന്നു, അങ്ങനെയാണോ പറഞ്ഞേ? അതാ നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ട് പ്രായം? കണ്ടിട്ട് എന്നാ പറയും. അപ്പം നമ്മൾ കുറച്ച് പറയണം, പുള്ളിക്കൊരു കുളിർമ അതിനാ. എന്തുകൊണ്ട് പ്രായം? അപ്പം പറഞ്ഞേ, പ്രായമല്ല, പ്രായം കണക്കല്ല, പറഞ്ഞേ പ്രയോഗമാ. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം പറ. ഉറക്ക പറ. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞാൽ മതിയിരുന്നു. കണക്കല്ലേ? കണക്കാ. ഉറക്ക പറ. 130. എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130. പിതാക്കന്മാരുടെ എത്തിയിട്ടില്ല. നമ്മൾ പരദേശികളാ. പരദേശ പ്രയാണം. സ്തോത്രം. അബ്രഹാമിൻ്റെ ഭാര്യ സാറായി മരിച്ചു. ഹിത്യരുടെ നാട്ടിലാ. അടക്കാൻ സ്ഥലമില്ലെന്ന്. യോ, നദി മുതൽ നദി വരെ അതിലിട്ട് കൊടുത്തതാ. പക്ഷെ ഭാര്യനെ അടക്കാൻ ദൈവം ഇതെല്ലാം കൊടുത്തെങ്കിലും പുള്ളിക്ക് നല്ല വിഷയം. പുള്ളി എപ്പോഴും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. നമ്മളന്ന് എന്നും രാവിലെ അതിരയിലായിരിക്കും. ആരെങ്കിലും പറഞ്ഞാൽ മതി, അന്നേരം തന്നെ ആധാരം ചെയ്ത് പേര് കൂട്ടി. എന്നോടൊരിക്കലെ ഒരാൾ പറഞ്ഞു, വീടും വസ്തുവും എടുത്തോളാൻ പറഞ്ഞു. ആട്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം ഇത് ഗുണമാകുകയില്ലെന്ന്. അപ്പം വേറൊരാളിത് കേട്ടോ വെച്ച് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി മേടിച്ചോണം. കാരണം ഇവനെല്ലാം സമയം വരുമ്പം ഞാൻ പറയും ദൈവഗത വന്നേ മതി അതിനായിട്ട്. അല്ല, അതതുപോലെ ഒക്കുകയും ചെയ്തു കേട്ടോ. വേച്ചാൻ അറിയാമല്ലോ കുറേ കാര്യം. തരാമെന്ന് പറഞ്ഞ പുള്ളി തന്നെ തിരിച്ച് ആയിക്കോട്ടെ. അത് നമുക്കത് വിഷയമല്ലല്ലോ. സ്തോത്രം. അല്ല, ഞാൻ പലതൊക്കെ അനുഭവത്തിൽ നിന്നായി പറയാന്നേ.
വേറെ വലിയ വരുന്ന അവർക്ക് സ്വസ്ഥത കൊടുക്കുക, എഴുതച്ചാ ഇപ്പം തന്നെ എഴുതച്ചാ, ഇന്ന് തന്നെ എഴുതച്ചാ, അച്ഛാന് അമ്മ അങ്ങനെ അച്ഛാനെ കൊണ്ട് പിന്നെ നേരം ഓടാ നിൻ്റെ പണിക്ക് എൻ്റെ കുന്തം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അതിരിട്ട് തന്നിരിക്കുക. പക്ഷേ ഭാര്യ മരിച്ചപ്പോൾ അടക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ അബ്രഹാം ഹിത്യരുടെയൊക്കെ ചെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാ. അങ്ങനല്ലേ 23:4 വായിച്ചേ. അയ്യോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനാ. വന്നു പാർക്കുന്നവൻ, ഈ ചിന്ത നിങ്ങളെയൊക്കെ ഭരിക്കണേ. വന്നു പാർക്കുന്നവരാ ആന്നേ. എങ്ങനെ? മറക്കരുതേ. സ്തോത്രം. ഇരിപ്പൊക്കെ കണ്ട കൊളംബസിന്റെ അനിയനാന്നും പറഞ്ഞ ചിലരുടെ അല്ലേ വന്നു പാർക്കുന്നവരാന്നേ. കൊളംബസ് കണ്ടുപിടിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഇതെല്ലാം വന്നു പാർക്കുന്നവരാ. ഇവിടെ അല്ല സ്ഥിരം. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കുറുംപ്രാവു പോലെ രാപകൽ ഞരങ്ങുന്നു സുരലോകെ ചേരുവാൻ. നാഥ ഞരങ്ങുന്നു സുരലോകെ ചേരുവാൻ. എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനേ, നിന്റെ വരവിനു താമസ ഏറെയാകുമോ? വരവിനു മകരുണയോടനിയനും സദാകാല വിവാഹത്തിനൊരുങ്ങുന്നു മണവാട്ടി ആയി ശോഭിപ്പാൻ. തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ, എന്നെ തിരഞ്ഞെടുത്തതു ഓർത്തു വാഴ്ത്തുന്നേ. എൻ്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവൻ. ഏറെയാകുമോ വരവിനു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളിവിടെ പരദേശികളാ. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. അബ്രഹാം പറയാ, ഞാൻ വന്നു പാർക്കുന്നവനും പരദേശിക്കുമാ. എൻ്റെ പ്രിയപ്പെട്ടവളെ അടക്കാൻ എനിക്ക് ഒരു സ്ഥലം അനുവദിച്ചു തരണം. അപ്പോൾ അവര് തിരിച്ചു പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അയ്യോ, എന്തോ വർത്തമാനം പറഞ്ഞേ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവാ എന്ന് പറഞ്ഞാൽ അവരുടെ നടുവിൽ ഉഴപ്പിയടിച്ച് ജീവിക്കുകയല്ലായിരുന്നു.